ഹലോ ഗായ്സ്, നമ്മളെല്ലാം സോമവാരത്തിലേക്ക് പോകാൻ പോകാം. സോ റെഡി ആവാണ്. പെട്ടെന്ന് റെഡിയായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുന്നു. ഇവിടെ ഭയങ്കര തണുത്തുള്ളതായതുകൊണ്ട് നമ്മൾ പല്ല് കൂടെയൊക്കെ ഫ്രീസാവും. ഞാൻ എൻ്റെ ഫേസ് വാഷ്, ഷാമ്പൂ ഇതൊക്കെ ഇങ്ങനെ സ്മോൾ ബോട്ടിൽസിലാണ് കൊണ്ടുവന്നത്. സോ ഇത് ക്യാരി ചെയ്ത് നിൽക്കാം. ഐ നോ ഗായ്സ്, ഈ വീഡിയോയിൽ എൻ്റെ സൗണ്ട് ഭയങ്കര ഡൗൺ ആണ്. ബിക്കോസ് ആ ഒരു ക്ലൈമറ്റും ഒക്കെ ചേഞ്ച് കാരണം എൻ്റെ സൗണ്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു. ആൻഡ് അവിടെ പോയിട്ട് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, വാട്ടർ ചേഞ്ച് കാരണം ലൈക്ക് സൗണ്ട് ചേഞ്ചായി. പിന്നെ സ്കിന്നും ഭയങ്കര ഡ്രൈ ഒക്കെ ആയിരുന്നു. ബട്ട് യെറ്റ് സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഇതെൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു. ബാൽക്കണി, മൗണ്ടൻസ് അടിപൊളിയായിരുന്നു. സോ കീപ് വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ കശ്മീർ. എല്ലാവരും റെഡിയൊക്കെ ആയി ഇറങ്ങാൻ പോവാം. ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ സോൻമാർഗ്. പിന്നെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്, തൊപ്പി, ഇതിനൊരു വൈറ്റ് ജാക്കറ്റ് എടുത്ത് എക്സ്ട്രാ ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ റെഡി ഫോർ ദ ഡേ. ഓക്കെ, എല്ലാവരുടെയും ഒരു ലൈക്ക് ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യമാണല്ലേ ലൈക്ക് ഡാൽ ലേക്കിൻ്റെ അടുത്ത് സ്റ്റേ ചെയ്യുക. പിന്നെ ലൈക്ക് ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ആ ഏരിയ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. സോ ഞാൻ ഈ വീഡിയോ ലൈക്ക് ഇപ്പോൾ കാണുമ്പോൾ ലൈക്ക് എനിക്ക് ലൈക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്, ഒരു അച്ചീവ്മെൻറ്റ് പോലെയാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് ഐ വാസ് ഏബിൾ ടു കംപ്ലീറ്റ് വൺ ഓഫ് മൈ ബക്കറ്റ് ലിസ്റ്റ്. സോ അവിടെ ഞങ്ങൾ ലൈക്ക് ഹോസ്റ്റ് ചെയ്തത് ട്രിപ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാവൽ കമ്പനി ആയിരുന്നു. നമ്മളെല്ലാം ഡാൽ ലേക്കിൻ്റെ ഫ്രണ്ടിലൂടെ പോവുകയാണ് ഗൈസ്. ഈ പ്ലേസസൊക്കെ ലിറ്ററലി മൂവീസിലും ഒക്കെ സീൻസ് ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ആ ഒരു ലൈക്ക് ഷിക്കാര ബോട്ടും പിന്നെ അതിൻ്റെ അടുത്ത് ലൈക്ക് താമസിക്കുന്ന ആൾക്കാരെയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ സോനമാർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാബിൽ കയറണം. ഡാൽ ലേക്കിൽ ഷിക്കാര ഇതൊക്കെ കണ്ടോ. നമുക്ക് ഒരു 1 ഡേ ഏർലി മോർണിംഗ് ഷിക്കാര ഉണ്ട്. നമുക്ക് പോകാം. നമ്മളിത് ആക്ച്വലി ഏപ്രിൽ മന്തിലാണ് പോയത്. സോ തണുപ്പുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ഒരുപാട് തണുപ്പില്ലായിരുന്നു. വെയിലുണ്ടെങ്കിലും ലൈക്ക് മൈൽഡ് കോൾഡ് പോലത്തെ ക്ലൈമറ്റ് ആയിരുന്നു. റിയലി ഗുഡ്. നമുക്ക് നമ്മുടെ ട്രാവൽ ഗൈഡ് ഒരു ലൈക്ക് ക്യാബ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലായിരുന്നു നമ്മൾ ട്രാവൽ കണ്ടിന്യൂ ചെയ്തത്. അല്ല, ഇതിന്റെ പൈസ എന്തിന് 1500 पर पर्सन घोड़े का, एक घोड़े का वो पूरा लेकर जाएगा. अगर कम दोगे ना वो पूरा नहीं ले जाएगा. अच्छा, हाँ, നമ്മളെ വലിപ്പിച്ചെന്നല്ലേ പറയുന്നുണ്ട്. നമുക്ക് വേണ്ടല്ലോ. നിങ്ങൾക്ക് ആക്ച്വലി കോൺവെർസേഷൻ കേൾക്കാം. ലൈക്ക് അവിടെ പോയി കഴിയുമ്പം ഡ്രൈവർ പറയുമായിരുന്നു ലൈക്ക് ഈ നമുക്ക് അവിടെ പോകണമെങ്കിൽ ഹോഴ്സസ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതിന് അവർ ലിറ്ററലി 1500 കൊടുത്താൽ അവർ ഫുൾ ടോപ്പ് വരെ കൊണ്ടുപോകും. അതിൽ കുറവ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകില്ലെന്നാണ് അവർ പറഞ്ഞത്.
ആൻഡ് നിങ്ങളവിടെ പോകുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലോണം ബാർഗെയിൻ ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു മാക്സിമം 800 വരെയൊക്കെ കുറയും. ആൻഡ് നിങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻസ് പറയുന്ന കേൾക്കാൻ പറ്റും. ലൈക്ക് ലിറ്ററലി നമ്മൾ വ്യൂ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവായിരുന്നു. ലൈക്ക് അവിടുത്തെ ഓരോ ലൈക്ക് ബിൽഡിങ്സ് ആവട്ടെ, ലൈക്ക് ഗാർഡൻ, പ്ലാന്റ്സ്, ട്രീസ് എല്ലാം, ലൈക്ക് ഷോപ്സ് ആയിക്കോട്ടെ, എല്ലാ വീടിൻ്റെ ലൈക്ക് കൺസ്ട്രക്ഷൻ, അവരുടെ മെറ്റീരിയൽസ് എല്ലാം ലൈക്ക് ഒബ്സർവ് ചെയ്യായിരുന്നു എല്ലാവരും. ലൈക്ക് ഭയങ്കര ഡിഫറെൻ്റാണ്. ലൈക്ക് ഈ സെയിം ഒരു ലാൻഡ്സ്കേപ്പ് ലൈക്ക് ഫുൾ സ്നോ ആകുമ്പോൾ എങ്ങനെയായിരിക്കും അത് എല്ലാം ഇങ്ങനെ ഇമാജിൻ ചെയ്ത് ലിറ്ററലി നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡ് കാണില്ലേ അതേപോലത്തെ വ്യൂ ആയിരുന്നു. ലൈക്ക് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയാം. button which that is open. ഹലോ ഗായ്സ്, നമ്മൾ സോൺമാർഗിൽ പോകുന്ന വഴിയിലുള്ള ഒരു വ്യൂ ആണ്. ഒരു റിവർ അവിടെ ഉണ്ട്. പിന്നെ ചായ കുടിക്കാൻ കയറിയതാണ്. ഇത് ട്യൂൺ കങ്കൺ എന്ന് പറയുന്ന സ്ഥലമാണ്. ഗൈസ്, ഇവിടുത്തെ വെള്ളം കണ്ടോ, ഒരു വൈറ്റ് കളർ പോലെയാണ്. ഭയങ്കര ലൈക്ക് അടിപൊളി വെള്ളമാണ്. മൊത്തം എടുത്തോളാം, വേണമെങ്കിൽ ടൈം ലാപ്സ് എടുത്താൽ മതിയോ?
കൈയൊക്കെ പൊലിക്കുന്നു. എത്ര കിലോമീറ്റർ തണം? 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ ഒന്നും ഞാൻ പിടിച്ചോണ്ടേക്കൂല കേട്ടാ. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇതാ സോൻമാർഗിലെത്തി. ഇവിടെ ആക്ച്വലി നമ്മൾ പാർക്കിംഗ് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകാൻ ഇവിടെ ഗ്ലേഷ്യർ ഉണ്ട്, phase 1 phase 2. അപ്പം അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. ഒരു 1200 എന്നൊക്കെ പറയുന്നു. പക്ഷെ അതിൽ കുറവ് വരുമായിരിക്കും. ഹോസ്റ്റലിൽ പോകണമെങ്കിൽ റേറ്റ് ഓരോ ഇങ്ങനെ പിച്ച് ചെയ്യും. അപ്പം അതിങ്ങനെ പിച്ച് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ നമുക്ക് അവിടെ ഐസ് എടുക്കണമെങ്കിൽ ഗ്ലവ്സ് ഒക്കെ മേടിക്കണം. പിന്നെ കുറച്ച് അത്യാവശ്യം ലൂഫേഴ്സും ഹുഡിയൊക്കെ ഇട്ടാൽ പോകാൻ പറ്റും. നല്ല തണുപ്പുണ്ട്. ഇവിടെ ബാക്കിലായിട്ടാണ് ഗ്ലേഷ്യർ വരുന്നത്. നമ്മൾ ഹോസ്റ്റലിൻ്റെ എടുക്കുവാണെങ്കിൽ മാക്സിമം 1200, 1000 ആ റേഞ്ചിലൊക്കെ മാക്സിമം നമ്മൾ ബാർഗെയിൻ ചെയ്താൽ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഹോസ്റ്റൽ ഓപ്റ്റ് ചെയ്യാൻ 7 കിലോമീറ്റേഴ്സ് എന്തോ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇങ്ങനെ ഹോസ്റ്റലിൽ പോവാം. എടാ പണി പിന്നെയും കിട്ടിയെന്നുണ്ടോ ചെറുതായിട്ട്. നടന്നോ ക്യാമറമാൻ നടന്നോ? ചുമ്മാ അങ്ങനെ പോവാം. അയ്യോ താഴെ നടക്കിച്ച വെള്ള വയസ്സായതാ. ഇങ്ങോട്ടോ മനസ്സിലാവില്ല, ഭയങ്കര ദൂരം. എടുത്തു ഇവിടെ തിരിച്ചാണ്. എടി എന്റെ സൈഡിലോട്ട് എറി, തലയിലൊന്നും അറിയാതെ. സൈഡിലോട്ട് അങ്ങോട്ട് പോണോ? ദേഹത്ത് കൊള്ളാൻ പാടില്ലേ? അല്ല എറിയണം. ഇവിടെ അയ്യേ ഗൈസ്, ഇവിടുന്ന് ഇത്രയും ദൂരം നടന്നു വന്നു. ഭയങ്കര ഈ ബൂട്ടിൻ്റെയും ജാക്കറ്റിൻ്റെയും ഒക്കെ വെയിറ്റ്. ഈ മുകളിൽ അങ്ങ് വരെ പോകണം, മലയുടെ അവിടെ. പക്ഷെ ഭർത്താവ് പറയാൻ പറ്റത്തില്ല, തണുത്തിട്ട് വായൊക്കെ ഫ്രീസായി.
നമ്മളൊരു സാധനം ഇവിടെ കണ്ടുപിടിച്ചു ട്രക്കിങ്ങിന്റെ ഇടയ്ക്ക്. ലുക്ക് അറ്റ് ദിസ്. എന്തിന്റെയോ ജോയാണ്, ഇത്രേ ഉള്ളൂ. പക്ഷെ ഏതോ അനിമലിന്റെ. ഈ സൈഡും പല്ലൊക്കെ ഇവിടെ ഒരു വലിയൊരു പല്ലുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് മുറിഞ്ഞു പോയതാ. മുറിഞ്ഞതോ അരിഞ്ഞോ എന്തോ സീനാണ് അല്ലേ? എന്തോ ഒരു സംഭവം. പക്ഷെ ഭയങ്കര കൊറേ പൈൻ കോൺസ്, സ്റ്റോണ്, അതിന്റെ കൂട്ടത്തിൽ പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയ ഒരു സാധനമാണ്. പിന്നെ അതാ ബാക്കിലൊരു വലിയ കുഴി ഉണ്ടത്. UFO ലാൻഡ് ചെയ്ത സ്ഥലമാണ് പറയുന്നു. UFO ലാൻഡ് ചെയ്തെന്നാണ്. നോക്ക് ചെലപ്പോ തെന്നിതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ബാക്ക് കാണിച്ച് അത്ര കഴപ്പൊക്കെ കാണിച്ചില്ല. എന്താണ് ആ എന്റെ പുറത്ത് മഞ്ഞായി ഗൈസ്. അയ്യോ മഴ. ഓക്കെ ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് സ്നോ വന്നതോടെ സോൻമാർഗ് ശ്രീനഗറിൽ വന്നിട്ട് നിങ്ങൾക്ക് വീഴുന്ന കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ബിക്കോസ് എൻ്റെ തൊപ്പിയിലോ എവിടെന്നെങ്കിലും വീഴുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഗായ്സ്, ഇത് മഴയല്ല. നിങ്ങൾ കാണുന്നുണ്ടോ സ്നോ? Look at this. No. Oh my god, first snow in Srinagar. Guys, white jacket ആയതുകൊണ്ട് കാണുന്നില്ല, പക്ഷെ സ്നോ ചെയ്യുന്നുണ്ട്. ഇതാ എന്റെ ക്യാപ്പില് വീണു, കണ്ടോ? ആക്ച്വലി നമ്മൾ വിചാരിച്ച ആൾക്കാരൊന്നും വീഴുന്നു. Guys, the best view ever. കാണുന്നുണ്ടോ? ഹലോ ഗൈസ്, നമ്മൾ സോൻമാർഗിലൊക്കെ കറങ്ങിയതിന് ശേഷം നല്ല തണുപ്പായതുകൊണ്ട് നല്ല മാഗി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ടീ സ്റ്റാളിൽ വന്നപ്പോൾ നല്ല കിടിലും ചൂട് മാഗിയും നല്ല തണുത്ത കാറ്റും. സ്നോവിന് ശേഷം മാഗി സൂപ്പറാണ്. എൻ്റെ ജാനു ടീ സ്റ്റാൾ എന്നായിരുന്നു. ഇവരിങ്ങനെ ബിസ്ക്കറ്റും ഇതും, പിന്നെ ചായ, മാഗി. അത് തിളച്ചതിന്റെ പോകണം. No more, yes. Guys, മഞ്ഞ് വീഴുന്നു. ലിറ്ററലി മഞ്ഞ് വീഴുന്നു.
Guys, meet our friend Shahid. Shahid, right? हाँ शाहिद Shahid is buying us all of this. He is a rich guy from Kashmir. കാശ്മീർ का अमीर ഇനി ആര് നാട്ടിൽ നിന്ന് വന്നാലും whoever is coming from Kerala, इसके नाम बताओ. किसी को कश्मीर सब से free. रील बनना है रील बनना है सब कुछ फ्री आपका सब ये और भी कुछ सारा फ्री फ्री में इधर घोड़ा भी फ्री सब फ्री. ഇത് എന്തുവാ, ചിക്കൻ ആണോ? കാശ്മീരിലെ മഞ്ഞ് മഞ്ഞില് മാഗി മഞ്ഞത്തെ മാഗി എടുത്തെടുത്തു. മഞ്ഞത്ത് 1 ഡിഗ്രി. അങ്ങോട്ട് നോക്കൂ ഗായ്സ്, ഈ ക്ലൈമറ്റിലാണ് അവർ അടിച്ച് കയറ്റുന്നത്. So guys, thank you for watching this Homemark edition of Kashmir trip. Stay tuned. Love you guys. If you love the video, like, share and subscribe.